ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോർട്ട് ടോക്സ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഹാക്കർ ബാങ്കിൽ നിന്ന് ഒരുപാട് ആളുകളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം തട്ടിയെടുത്തതായി വാർത്തകളിൽ കാണിക്കുന്നു. ഈ പണം പിൻവലിച്ചവരിൽ അണ്ടർവേൾഡ് ക്രിമിനലായ ബാബുന എന്ന ആളുടെ പണവും ഉണ്ടായിരുന്നു. ഇയാളുടെ പണവും മോഷ്ടിക്കപ്പെട്ടിരുന്നു. കള്ളനെക്കുറിച്ച് പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചില്ല. പണം നഷ്ടപ്പെട്ടതിൽ ബാബുവും വളരെയധികം ദേഷ്യത്തിലായിരുന്നു. ഏത് സാഹചര്യത്തിലും ആ കള്ളനെ കണ്ടെത്തി അതിനുള്ള ശിക്ഷ കൊടുക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഇതിനുശേഷം കഥയിൽ നമ്മൾ ജയ് മനുജ എന്നൊരു യുവാവിനെ കാണുന്നു. അവൻ തന്റെ സുഹൃത്തായ സോണിയോടൊപ്പം താമസിക്കുകയാണ്. അവൻ ഒരു ദിവസം നേഹ എന്നൊരു പെൺകുട്ടിയെ കാണുന്നു. നേഹയെ കണ്ടയുടൻ ജയ് അവളുമായി പ്രണയത്തിലാകുന്നു. അതിനുശേഷം എപ്പോഴും നേഹയെക്കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിച്ചിരുന്നത്. അവൻ അവന്റെ കൂട്ടുകാരിയെ സോണിയോട് നേഹയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒടുവിൽ ഒരു ദിവസം അവൻ ഒന്നും നോക്കിയില്ല, ധൈര്യം സംഭരിച്ച് നേഹയുടെ വീട്ടിൽ ചെല്ലുന്നു. എന്നിട്ട് അവന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് പറഞ്ഞു. ആലോചിച്ച് മറുപടി പറയാൻ നേഹയ്ക്ക് കുറച്ച് സമയം കൊടുത്തു. എന്നാൽ പിന്നീട് നേഹയുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും വരാത്തതിനാൽ ജയ് വിഷമത്തിലാകുകയും വീണ്ടും നേഹയെ പോയി കാണുകയും ചെയ്യുന്നു. എനിക്ക് ഈ പ്രണയത്തിൽ ഒരു താല്പര്യമില്ലെന്നും ഇവിടെ നിന്ന് പോകാനും നേഹ ജയിനോട് പറയുന്നു. പുറത്തു പോയിട്ടും ജയ് നേഹയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നേഹ അത് കേൾക്കാൻ കൂട്ടാക്കതിനാൽ ജയ് കടുത്ത വിഷാദത്തിലാകുന്നു. ജയ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ജയിന്റെ ഈ അവസ്ഥ കണ്ട് ദേഷ്യം വന്ന സോണിയ നേഹയുടെ വീട്ടിൽ പോയി അവളെ ഒരുപാട് ചീത്ത പറയുന്നു. ഇതിനുശേഷം നേഹ ഹോസ്പിറ്റലിൽ വന്ന് ജയിനെ കാണുകയും അവന്റെ പ്രണയത്തിന്റെ തീവ്രത അവളും മനസ്സിലാക്കുന്നു. എന്നിട്ട് അങ്ങനെ അവൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. അതിനുശേഷം അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ജയ് നേഹയെ കാണാൻ അവളുടെ വീട്ടിൽ വരുന്നു. അവിടെ എത്തുമ്പോൾ നേഹയുടെ വീട്ടിൽ സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നതും അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതുമാണ് ജയ് കാണുന്നത്. അവൻ അവളെ തടയുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ജയ് ചോദിക്കുന്നു. അപ്പോൾ നേഹ തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അണ്ടർവേൾഡ് മാഫിയയായ ബാബു അണ്ണയിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായി പറയുന്നു. ആ പണം തിരികെ നൽകാനായി അച്ഛൻ ഒരു ഹാക്കർ ടീമിനൊപ്പം ചേർന്ന് ബാങ്കിൽ നിന്ന് ഒരുപാട് പണം മോഷ്ടിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അച്ഛൻ മരണപ്പെടുകയും ബാബു അണ്ണയുടെ പണം തിരിച്ചെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇപ്പോൾ ബാബു നേഹയെ ഭീഷണിപ്പെടുത്തി ആ പണം മുഴുവൻ തിരികെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ജയ് അവളോട് ഇതിനുള്ള പരിഹാരം നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. ജയ് നമുക്കൊരു പരിഹാരം കണ്ടെത്താമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നാൽ നേഹ തന്റെ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. വീട് വിറ്റതിന് ശേഷവും ബാബുവിന് നൽകാനുള്ള അത്രയും പണം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോഴാണ് ജയിന്റെ ഒരു ക്ലയന്റ് തമാശയായി ഒരു കാര്യം പറയുന്നത്. ബാങ്ക് കൊള്ളയടിച്ചാൽ മാത്രമേ ഇത്രയും വലിയ തുക ലഭിക്കുമെന്ന്. ജയ് ഈ കാര്യം വളരെ ഗൗരവമായി എടുക്കുന്നു. ജയ് ഈ വിവരം നേഹയോട് പറയുന്നു. എന്നാൽ നേഹ ജയിനോട് ഇത് ചെയ്യരുതെന്നും അപകടമാണെന്നും പറഞ്ഞ് വിലക്കുന്നു. പക്ഷേ ജയ് നേരെ ബാങ്കിലേക്ക് പോകുന്നു. ജയ് ബാങ്കിനുള്ളിൽ മോഷ്ടിക്കാനായി കയറുന്നു. എന്നാൽ അവിടെ വിക്രം എന്നൊരു വ്യക്തി ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ജയ് കാണുന്നു. ജയ് വിക്രമിനെ പിന്തുടർന്ന് അവന്റെ വീട് വരെ എത്തുന്നു. വിക്രമിന്റെ വീട് മനസ്സിലാക്കി അവൻ ഒരു ദിവസം രാത്രി ജയ് വിക്രമിന്റെ വീട്ടിൽ ഒളിച്ചു കടക്കുന്നു. അവിടെയുള്ള പണം മോഷ്ടിക്കാൻ ജയ് ശ്രമിക്കുന്നു. എന്നാൽ വിക്രം ജയിനെ കൈയോടെ പിടികൂടുകയും അവനെ ക്രൂരമായി അടിക്കുകയും ചെയ്യുന്നു. വിക്രം ജയിനെ പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുൻപ് അവനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. കാരണം ജയ് ഒരു നല്ല കുടുംബത്തിലെ പയ്യനാണെന്ന് വിക്രമിന് മനസ്സിലായിരുന്നു. ജയ് തന്റെ നിസ്സഹായാവസ്ഥ വിക്രമിനോട് വിവരിക്കുന്നു. എനിക്ക് പണം വളരെ അത്യാവശ്യമാണെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് വിക്രം ജയിനെ സഹായിക്കാമെന്ന് ഏൽക്കുന്നു. ആവശ്യമായ പണം നൽകാമെന്നും പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്നും വിക്രം ജയിനോട് പറയുന്നു. നീ ഇന്റർനെറ്റിൽ നിന്നും ബാങ്കുകളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട പണം ഞാനല്ല മോഷ്ടിച്ചത്, അത് നീയാണ് മോഷ്ടിച്ചതെന്ന് കുറ്റം നീ ഏറ്റെടുക്കണമെന്ന് വിക്രം ആവശ്യപ്പെടുന്നു. വിക്രം പറഞ്ഞതുപോലെ അവൻ അത് ഏറ്റെടുക്കുന്നു. ശേഷം ആ പണം വാങ്ങി നേഹയ്ക്ക് നൽകുന്നു. ജയ് ഒരു സൈബർ കഫേയിൽ ചെന്ന് ബാങ്കിന്റെ വെബ്സൈറ്റ് തുറന്ന് ചില ഹാക്കിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആ സമയം പോലീസ് വന്ന് ജയിനെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ന്യൂസ് എല്ലാ ടിവിയിലും വരുന്നു. ജയ് എന്ന യുവാവാണ് തന്റെ ലവറിന് വേണ്ടി ഈ മോഷണം നടത്തിയതെന്ന് വാർത്ത വരുന്നു. ഈ വിവരം ബാബു അണ്ണയും അറിയുന്നു. ബാബുവും ആളുകളും ചേർന്ന് ജയിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനും അവൻ വഴി അവരുടെ പണം മുഴുവൻ തിരിച്ചുപിടിക്കാനും പദ്ധതിയിടുന്നു. ജയിനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം ബാബുവിന്റെ ഗുണ്ടകൾ അവിടെ എത്തുകയും പോലീസിന് നേരെ വെടിവെക്കുകയും ചെയ്യുന്നു. ഈ ബഹളത്തിനിടയിൽ ജയ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ നേരെ ഓടി നേഹയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടെ എത്തിയ ജയിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കാണ് ഉണ്ടായത്. നേഹയും വിക്രമും ഒരുമിച്ചിരിക്കുന്നതാണ് അവൻ കണ്ടത്. വിക്രമും നേഹയും നേരത്തെ തന്നെ ഒരുമിച്ചായിരുന്നുവെന്നും ഒരു ടീമാണെന്നും അവർ പരസ്പരം പ്രണയിക്കുന്നവരാണെന്നും ജയ് മനസ്സിലാക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നായിരുന്നു യഥാർത്ഥത്തിൽ ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചത്. നേഹ ജയിനെ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ച് അവനെ ചതിക്കുകയായിരുന്നു. എല്ലാ കുറ്റങ്ങളും ജയിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു വിക്രമിന്റെയും നേഹയുടെയും പ്ലാൻ.
ഇതിനിടയിൽ നേഹയുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നു. ജയ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ജയ് കയറി പറ്റുന്നു. നേഹയുടെ വഞ്ചനയോർത്ത് അവൻ ട്രെയിനിന്റെ വാതിലിനടുത്ത് ഇരുന്ന് കരയുകയായിരുന്നു. ആ സമയം ഒരു പോലീസ് വരികയും ജയിന് നേരെ വെടിവെക്കുകയും ചെയ്യുന്നു. വെടിയേറ്റ ജയ് ട്രെയിനിൽ നിന്ന് താഴെയുള്ള പുഴയിലേക്ക് വീഴുന്നു. ഒരുപാട് തിരഞ്ഞിട്ടും ജയിനെ കണ്ടെത്താനാകാത്തതിനാൽ അവൻ മരിച്ചതായി പോലീസ് ഉറപ്പിക്കുന്നു. അവൻ മരിച്ചതായി എല്ലാവരും ഉറപ്പിക്കുന്നു. 2 മാസങ്ങൾ കടന്നു പോകുന്നു. നേഹയും വിക്രമും ആ പണവുമായി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഒരു ദിവസം അവർക്ക് ഒരു അജ്ഞാതന്റെ ഫോൺ കോൾ വരുന്നു. അയാൾ അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. അത് ജയ് തന്നെയായിരിക്കുമെന്ന് കരുതി അവർ ഭയപ്പെടുന്നു. എന്നാൽ വിക്രം ആ അജ്ഞാതനെ ഭയപ്പെടാതെ തിരികെ ഭീഷണിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ജയ് ജീവനോടെ ഉണ്ടായിരുന്നു. അവൻ തൻ്റെ സുഹൃത്തായ സോണിയയുടെ അടുത്ത് എത്തിയിരുന്നു. സോണിയയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. സോണിയയും ഭർത്താവും ചേർന്നാണ് ജയിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത്. അന്ന് പുഴയിൽ വീണ ജയിനെ ഒരു ബോട്ടുകാരൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഒരു ദിവസം വിക്രമും നേഹയും ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നു. വാഷ്റൂമിൽ പോയ നേഹയെ കുറെ കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ വിക്രം അവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ നേഹയെ ബാത്റൂമിൽ ആരോ കെട്ടി തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് നേഹയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. ജയ് ജീവനോടെയുണ്ടെന്നും അവനാണ് ഇത് ചെയ്തതെന്നും നേഹ വിക്രമിനോട് പറയുന്നു. ഇവരും വളരെയധികം ഭയത്തിലാവുന്നു. തുടർന്ന് വിക്രമിന് ജയിന്റെ ഫോൺ കോൾ വരികയും അവൻ വിക്രമിനെ ശല്യം ചെയ്യാനും തുടങ്ങുന്നു. ഒടുവിൽ ജയിന്റെ അഡ്രസ്സ് വിക്രമിന് ലഭിക്കുന്നു. ഒരു രാത്രി വിക്രം ജയിന്റെ വീട്ടിൽ ചെന്ന് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നാൽ അവനെ കൊല്ലുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ ജയിനെ അവൻ ഹോസ്പിറ്റലിലാക്കുന്നു. അതിനുശേഷം വിക്രം ബാബു അണ്ണയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. ബാങ്കിലെ പണം മുഴുവൻ മോഷ്ടിച്ചത് ജയ് ആണെന്ന് വിക്രം ബാബുവിനെ വിശ്വസിപ്പിക്കുന്നു. പണം തിരികെ വാങ്ങാനായി ബാബു വിക്രം പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് സോണി അവിടെ വരികയും ജയിനെ കാണുകയും ചെയ്യുന്നു. വിക്രം ഫോണിൽ സംസാരിക്കുന്ന ആ തക്കത്തിൽ സോണിയ അവിടെ നിന്ന് ജയിനെ രക്ഷപ്പെടുത്തുന്നു. ഫോൺ സംസാരിച്ചു കഴിഞ്ഞിട്ട് വിക്രം റൂമിൽ എത്തിയപ്പോൾ അവിടെ ജയിനെ കാണാനില്ലായിരുന്നു. ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായ ജയിനെ തിരഞ്ഞ് വിക്രം നേഹയുടെ അടുത്തെത്തുന്നു. എന്നാൽ അവിടെ നേഹയും കാണാനില്ലായിരുന്നു. ജയ് നേഹയെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. ജയ് നേഹയോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ ഇത്ര സ്നേഹിച്ചിട്ടും എന്തിനാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന്. ഞാൻ ഒരിക്കലും നിനക്ക് മാപ്പ് നൽകില്ലെന്ന് ജയ് ഉറക്കെ വിളിച്ചു പറയുന്നു. ശേഷം നാം അടുത്ത സീനിൽ കാണുന്നത് ജയ് പോയിട്ട് വിക്രമിനെ കാണുകയും പോലീസിനോട് നീയാണ് പണം മോഷ്ടിച്ചതെന്ന് പോലീസിനോട് പറയാനും സറണ്ടർ ആവാനും പറയുന്നു. അപ്പോൾ വിക്രം പറഞ്ഞു ആദ്യം നേഹയെ മോചിപ്പിച്ചാൽ മാത്രമേ സറണ്ടർ ആവൂ എന്ന്. അങ്ങനെ അവർ നേഹയുടെ അടുത്ത് പോകുന്നു. ആ സമയത്ത് നേഹയുടെ കരച്ചിൽ കേൾക്കുന്നു. അവിടെ ബാബുവും ഗുണ്ടകളും വന്നിട്ട് നേഹയെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ പണം തന്നാലാണ് നേഹയെ വിട്ടുകൊടുക്കൂ എന്ന് ബാബു ആവശ്യപ്പെടുന്നു. നേഹയുടെ ജീവൻ രക്ഷിക്കാനായി വിക്രം പണം ബാബുവിന് കൈമാറാൻ തയ്യാറാകുന്നു. പണം കൈമാറുന്നതിനിടയിൽ വിക്രം ബാബുവിന്റെ ഗുണ്ടകളോട് പെട്ടെന്ന് ഏറ്റുമുട്ടാൻ തുടങ്ങുന്നു. അവിടെ വലിയ പോരാട്ടം നടക്കുന്നു. വിക്രമും ജയും ബാബുവിനെയും അവന്റെ ഗുണ്ടകളെയും വധിക്കുന്നു. വഴിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിയെന്ന് വിക്രമും നേഹയും കരുതുന്നു. ശേഷം ജയും വിക്രമും തമ്മിലാകുന്നു അടുത്ത സ്റ്റണ്ട്. ആ സ്റ്റണ്ടിനിടയിൽ നേഹ വന്നിട്ട് ജയിനെ തലക്കടിക്കുന്നു. തലക്കടിയേറ്റ ജയ് പെട്ടെന്ന് താഴെ വീഴുകയും ആ നിമിഷത്തിൽ വിക്രം ജയിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. നേഹയും വിക്രമും ചേർന്ന് ജയിനെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ നേഹ ജയിനെ പരിഹസിക്കുന്നു. എനിക്ക് നിന്നോട് പ്രണയമോ സഹതാപമോ ഇല്ലെന്ന് നേഹ പറയുന്നു. അങ്ങനെ നിലത്ത് വീണ ജയ് അവിടെ ഒരു തോക്ക് കിടക്കുന്നത് കണ്ടിരുന്നു. ആ തോക്ക് വെല്ലെ എടുത്തിട്ട് നേഹയുടെ തലക്ക് നേരെ വെടിവെക്കുന്നു. നേഹ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്നു. നേഹയുടെ മരണം കണ്ട് വിക്രം തകർന്നു പോകുന്നു. മരിക്കുന്നതിന് മുൻപ് ജയ് വിക്രമിനോട് പറയുന്നു, അവൾ ചെയ്ത ചതിക്കുള്ള പ്രതികാരം ഞാൻ വീട്ടി കഴിഞ്ഞു എന്ന്. അങ്ങനെ നേഹ മരിച്ച അടുത്ത നിമിഷം തന്നെ ജയ്യും മരിക്കുന്നു. ഇനി വിക്രമിന് ഒരുപാട് പണമുണ്ടാകും. പക്ഷേ സന്തോഷം പങ്കിടാൻ അവന്റെ ജീവിതത്തിൽ ആരും ബാക്കിയുണ്ടാകില്ല. ഒടുവിൽ വിക്രം നേഹയുടെ ഡെഡ് ബോഡി ആയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ന്യൂസിൽ ഒരു പ്രത്യേക കാര്യം കാണിക്കുന്നു. ഒരു അജ്ഞാത വ്യക്തി ഒരു മിഷണറി ചാരിറ്റി ഫണ്ടിലേക്ക് ഒരുപാട് പണം സംഭാവന നൽകിയതായി വാർത്ത വരുന്നു. മറ്റൊരു വശത്ത് നമ്മൾ കാണുന്നത് വിക്രം ഒരു ബോട്ടിൽ കയറി ദൂരേക്ക് പോകുന്നതാണ്. ആ പണം മുഴുവൻ വിക്രം തന്നെയാണ് ചാരിറ്റിക്ക് സംഭാവന ചെയ്തതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ആ പണം ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിയാണ് അവൻ അങ്ങനെ ചെയ്തത്. കാരണം വിക്രമിൻ്റെ ജീവിതത്തിൽ ആ പണവും സന്തോഷവും പങ്കിടാൻ ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ ആരും അവശേഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പണത്തിന് ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിലയുമില്ലായിരുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.